എൻ്റെ പേര് ജിനറ്റ്, പെരുമ്പുനിയിൽ നിന്ന് വരുന്നു. 3-ാം മാസത്തെ പ്രഗ്നൻസി ടെസ്റ്റിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. കുറേ പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കൊച്ചുണ്ടായി, ഡൗൺ സിൻഡ്രോം ഇല്ല, നല്ല ആരോഗ്യത്തോടുള്ള കൊച്ചിനെ ഞങ്ങൾക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഉദരത്തിലുള്ള കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. വിളിച്ച ഈശോയേ, ഈശോയേ, വിളിക്ക് ഈശോയേ. എൻ്റെ പേര് നീതു, മണിക്കടവ് ഇടവാങ്കാമാണ്. കഴിഞ്ഞ പ്രാവശ്യം മെയ് ലാസ്റ്റ് വീക്കാണ് ഞാനിവിടെ വന്നത്. പ്രഗ്നൻസി പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് PCOD കൺഫേം ചെയ്തത്. കൂടാതെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ 2 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ ഞങ്ങളിവിടെ വരികയും അച്ഛനെ കാണുകയും അച്ഛൻ്റെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങൾക്ക് തരികയും അത് ഫോളോ ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് പോയതിന് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് പ്രഗ്നൻസി പോസിറ്റീവായി. പക്ഷേ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് മന്ത് മുതൽ ചെറിയ ബ്ലീഡിങ് കണ്ടു തുടങ്ങി. വീണ്ടും എനിക്ക് വരാൻ സാധിച്ചില്ല, ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഹസ്ബൻഡ് വരികയും അച്ഛനെ കണ്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ ലഭിച്ചു. ഇപ്പം 4.5 മാസമായി. പേര് ഹന്ന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കഴിഞ്ഞ മെയ് മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം കർമ്മല മാതാവിൻ്റെ തിരുനാളിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറയാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. PCOD പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? PCODയും തൈറോയിഡൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രഗ്നൻ്റ് ആവാത്തതെന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് തടസ്സമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. കർത്താവ് അതൊക്കെ എടുത്തു മാറ്റി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ഉറക്കെ വിളിക്കാം. ഈശോയേ, കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോയെ എന്ന് വിളിച്ചു. ഈശോയേ, എൻ്റെ വായ വിട്ട് വിളിക്കുന്നു. ഈശോ വിളിക്കുന്നുണ്ട്. എന്തുകുട്ടിയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? പെൺകുട്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ഹേമ, സ്ഥലം കണ്ണൂർ ചക്രക്കല്ല്. എൻ്റെ ഭർത്താവിന് ഈശോയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഭർത്താവിന് 2023 ഫെബ്രുവരി മാസം പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം സ്ട്രോക്കിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ചില മരുന്ന് ശരീരത്തിനകത്ത് രക്തസ്രാവം ഉണ്ടാക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. തുടർന്ന് ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തു നോക്കിയപ്പോൾ ആമാശയത്തിൽ പുണ്ണുണ്ടെന്നും അത് ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞു. ഉടനെ ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു വന്നത്. പിന്നെ മലബാർ ക്യാൻസർ സെൻ്ററിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. ആമാശയം എടുത്തു മാറ്റി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കീമോ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വേഗം സ്പ്രെഡാകുന്ന അണുക്കളായതുകൊണ്ട് കീമോ ചെയ്യേണ്ടി വന്നു. കീമോ 2 എണ്ണം ചെയ്ത സമയത്ത് രക്തം ഛർദ്ദിച്ചു. വീണ്ടും കോടിയേരി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. തുടർന്ന് വയർ മുഴുവനായും വാഷ് ചെയ്യുകയും ശരീരം അവശ്യ നിലയിലായത് കാരണം ഗാസ്ട്രോ ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞു. അവിടെ ഗാസ്ട്രോൻ്റെ ഡോക്ടർ ഇല്ലാത്തത് കാരണം ധനലക്ഷ്മിയിലേക്ക് കൊണ്ടുപോയി ICUവിലാക്കി. എൻഡോസ്കോപ്പി വീണ്ടും ചെയ്തു. വയറിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ ഉണ്ടോ എന്ന് സംശയം പറയുകയും ചെയ്തു. ബയോപ്സിക്ക് സാമ്പിൾ എടുത്ത് അയച്ചു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഉഷ ആവിലാസദൻ എന്ന ആശ്രമത്തെപ്പറ്റി പറഞ്ഞു തന്നത്.
ഈശോയെ, അങ്ങയുടെ കരുണയിൽ നിന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം പ്രാർത്ഥിക്കാനും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അതുപോലെ ഞാൻ ആശുപത്രിയിൽ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വ്യാഴാഴ്ച ഞാൻ ഓൺലൈനിൽ ധ്യാനം കൂടുകയും ചെയ്തു. പിറ്റേന്ന് റിസൾട്ട് വന്നു, നെഗറ്റീവായിരുന്നു. പിന്നീടുള്ള എല്ലാ പറ്റുന്ന വ്യാഴാഴ്ചകളിലും ഞാൻ ആവില ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു. പറ്റാത്ത സമയങ്ങളിൽ ഓൺലൈനിൽ കൂടുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം 8 കീമോ സുഖമായി ചെയ്യുവാൻ സാധിച്ചു. പിന്നീട് 3 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോവുകയും ചെയ്തിരുന്നു. സാക്ഷ്യം പറയാൻ പലതവണ വരാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 2024 മാർച്ച് 4-ാം തീയതി ചെക്കപ്പിന് പോയപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടെന്ന് സംശയം പറഞ്ഞു. CT സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ കണ്ടത് കാരണം MRI ചെയ്തു. അതിലും ക്യാൻസർ തുടക്കമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ബയോപ്സി ചെയ്യണമെന്നും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അച്ഛൻ ധൈര്യമായി പോയിക്കൊള്ളുവാനും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് മെയ് 14 ബയോപ്സിക്ക് കൊടുത്തു. അതിൻ്റെ റിസൾട്ട് 20 കിട്ടി. ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. റാപ്സിനച്ഛൻ്റെ നിരന്തരമായ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിത അവസാനം വരെയും ഈശോയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിൽ അമ്മത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സിനച്ഛനും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഈശോയെ, കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സുരേന്ദ്രൻ എന്നാണ് ഈ സഹോദരൻ്റെ ചേട്ടൻ്റെ പേര്. ഹേമ എന്നാണ് ചേച്ചിയുടെ പേര്. കർത്താവ് അത്ഭുതകരമായിട്ട് CT സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ബയോപ്സി ചെയ്തു നോക്കുമ്പോൾ ക്യാൻസർ അല്ല എന്ന റിപ്പോർട്ട് ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു, അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുപോലെ ഈ സഹോദരി പറഞ്ഞതുപോലെ ജീവിതാവസാനം വരെ ഈശോയോട് കൂടെ ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ജീവിതാവസാനം വരെ സർവ്വ കഴിവുകളോടും കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു.